എന്ന് ഉപമിച്ചിരുന്നു ഉദ്ഘാടന സമയത്ത് മാസങ്ങൾ മുമ്പ്. അത് സത്യമാണ്. മഹാഭാരതത്തിലെ ഒരു കഥയും അതിനോട് ഉപമിച്ചിട്ടാണ് പറഞ്ഞത്. അതില് ആ സമയത്ത് പരാതികളൊന്നും ആള് പറഞ്ഞിരുന്നില്ല, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല. പക്ഷെ കൊച്ചിയിലുള്ള പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് വയനാട്ടിലേക്ക് എത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ആ സ്ക്രീനിൽ കാണുന്ന ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്ന വാഹനമാണ്. ബോബി ചെമ്മണ്ണൂരിനെ AR ക്യാമ്പിലേക്ക് അയാളുടെ തന്നെ വാഹനത്തിലാണ് എത്തിച്ചത്. അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കമൽ, കേൾക്കാമെങ്കിൽ പുതിയ വിവരങ്ങൾ. രതീഷ്, ക്യാമ്പിനകത്തേക്ക് നമുക്ക് ആ കൺട്രോൾ റൂമിൽ, ക്യാമ്പിന്റെ പുറത്തുള്ള കൺട്രോൾ സെന്ററിന്റെ മുന്നിൽ നിന്നാണ് നേരത്തെ ആ ദൃശ്യങ്ങൾ കിട്ടിയത്. ഒരു കറുത്ത മഹീന്ദ്ര സ്കോർപിയോ, പുതിയ മോഡൽ മഹീന്ദ്ര സ്കോർപിയോ കാറിനകത്താണ് ബോബി ചെമ്മണ്ണൂർ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഗേറ്റിനടുത്തുള്ള കൺട്രോൾ സെന്ററിൽ നിന്ന് കൂടുതൽ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാന ഗേറ്റ് ക്ലോസ്ഡ് ആണ്, നേരത്തെ നമ്മൾ വിഷ്വലിൽ കണ്ടതുപോലെ. അതുകൊണ്ട് തന്നെ അകത്തെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായ നടപടികൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നുള്ള കാര്യം അറിയില്ല. മറ്റ് കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ എത്തിച്ച ശേഷമായിരിക്കും അതിനുള്ള താമസമേ ഉണ്ടാകുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റ് AVT കമ്പനിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ 2 വർഷം മുമ്പ് വാങ്ങിച്ച ബോച്ചെ 1000 ഏക്കർ എന്ന ഒരു എസ്റ്റേറ്റ് ആണ്. 1000 ഏക്കർ എന്നത് അതിന്റെ പേരാണ്, പക്ഷേ അത് അത്രയും വിസ്തൃതി ഇല്ല. പക്ഷേ അതൊരു തേയില എസ്റ്റേറ്റ് ആണ്. അതിനകത്ത് അദ്ദേഹം ടൂറിസം പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ടെന്റുകളൊക്കെ അടിച്ച് അവിടെ ഈ ന്യൂ ഇയറിന് വലിയൊരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോട് അഭിപ്രായം തേടി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പരിപാടിക്കുള്ള അനുമതി നിഷേധിച്ചു. അങ്ങനെ അത് തൃശ്ശൂരിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ അധികവും ഈ എസ്റ്റേറ്റിലെ ബംഗ്ലാവിൽ തന്നെയാണ് താമസിക്കുക. ആ വാസസ്ഥലത്ത് നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് AR ക്യാമ്പിൽ നിന്ന് മേപ്പാടി വഴി മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഭാഗത്താണ്. പോളിടെക്നിക്കിനൊക്കെ അടുത്ത് ആണ് ഈ ബോച്ചയുടെ എസ്റ്റേറ്റ് ഉള്ളത്. ആ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. വയനാട്ടിലെ റിസോർട്ടിൽ വെച്ചാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി ബോച്ചയെക്കുറിച്ച് ഹണി റോസ് കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അത് ഹണി റോസ് ആണ് എടുത്ത് പറഞ്ഞതെങ്കിലും പൊതുവെ എല്ലാവർക്കും ബോച്ചയെക്കുറിച്ചുള്ള അഭിപ്രായം ഇത് തന്നെയാണ്. കാരണം അദ്ദേഹം പ്രയോഗിക്കുന്ന ഡബിൾ മീനിങ് ഉള്ള അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലേ. നമുക്ക് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസുകൾ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ ഇനാഗുറേഷന് വരുന്ന നടിമാരോടൊക്കെ എന്ത് മോശമായ രീതിയിലാണ് ആ ഒരു ഡബിൾ മീനിങ്, അതായത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിലും അതിനൊരു ഡബിൾ മീനിങ് ഉള്ളത് വ്യക്തമായിട്ട് മലയാളികൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് അദ്ദേഹം അത് പറയുന്നുണ്ട്. അത് പച്ചയ്ക്ക് തന്നെയാണ് എടുത്ത് പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹണി റോസ് ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തത്. അതെന്തായാലും ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് എന്തായാലും ഇപ്പൊ ചെയ്തത് നന്നായി എന്ന് തന്നെയാണ്. നടിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. സെൻട്രൽ ACP ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ 3 വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന 10 പേരുടെ അന്വേഷണ സംഘമാണ് ഇതിനു വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. സൈബർ സെൽ അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ട്. ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നും ഈ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ്. അതായത് ഓൾറെഡി ഹണി റോസ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ആദ്യ പ്രതികരണം കൊടുത്തിരുന്നത്. അതിൽ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കുറേയേറെ കമന്റുകൾ ആളുകൾ ഇടുകയുണ്ടായി. അപ്പം അവർക്കെതിരെയും അവരുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് അവർക്കെതിരെ നടി ആദ്യം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതിലും കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പോരാതെ തന്നെ ഈ ഒരു നടിയുടെ അതായത് അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത 20 യൂട്യൂബർമാർക്കെതിരെയും ഹണി റോസ് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ കേസ് അന്വേഷണം നടക്കുകയാണ്. എന്തായാലും ഹണി റോസിന്റെ ഈ പരാതി കൊടുത്തല്ലോ, അപ്പൊ അതിന്റെ പ്രതികരണം ബോച്ച കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് നമുക്ക് കേട്ടു നോക്കാം. എന്ന് ഉപമിച്ചിരുന്നു ഉദ്ഘാടന സമയത്ത് മാസങ്ങൾ മുമ്പ്. അത് സത്യമാണ്. മഹാഭാരതത്തിലെ ഒരു കഥയും അതിനോട് ഉപമിച്ചിട്ടാണ് പറഞ്ഞത്. അതില് ആ സമയത്ത് പരാതികളൊന്നും ആള് പറഞ്ഞിരുന്നില്ല, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോ ആള് കേസ് കൊടുക്കുകയാണ് എന്ന് അറിയുകയുണ്ടായി. അപ്പൊ അതില് തെറ്റായ ഉദ്ദേശമൊന്നും എനിക്കില്ല. കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അതില് പ്രത്യേകിച്ച് മോശമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ്, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല. അതാണ്. ശ്രീ ബോബി ചെമ്മണ്ണൂർ, കണ്ണടച്ചിരുട്ടാക്കാനാകുമോ? പൊതുവേദിയിൽ നടന്ന് താങ്കൾ അവരുടെ അനുവാദമില്ലാതെ അവരുടെ കൈ പിടിച്ച് കറക്കുന്നു, നെക്ലേസ് അണിയിക്കുന്നു പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ പരാതിയിൽ പറയുന്നു. അതെനിക്കറിയില്ല. ഇതുവരെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞത് കുന്തി ദേവി എന്നുള്ള അതുപോലെയുള്ള 1-2 വാക്കുകൾ പറഞ്ഞതിലാണ്
അത് ദ്വയാർത്ഥമാണ് എന്നുള്ളത് കുറെ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ അങ്ങനെ ഒരു പരാതി പറഞ്ഞു. പക്ഷേ അവിടെ വരുമ്പോ ആഭരണം ഇട്ട് കൊടുക്കാറുണ്ട്, കയ്യിൽ വളയിട്ട് കൊടുക്കാറുണ്ട്. അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിൽ മോശമായ ഒരു ഇന്റൻഷൻ എനിക്കോ മാഡത്തിനോ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ കാരണമായതെന്ന് അറിയില്ലേ. എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും. എനിക്ക് അങ്ങനത്തെ മോശമായ ഇന്റൻഷൻ ഒന്നുമില്ല. ഒരുപാട് പേര് വന്നിട്ടുള്ളതാണ്, ഓർണമെന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെയുള്ള വർണ്ണനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ദുരുദ്ദേശമോ അതിന് മോശമായ ഒരു കാര്യങ്ങളോ അല്ലെ തെറ്റായ ഒരു വാക്കോ എന്തെങ്കിലും തെറിയോ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇതിന് പകരം പലരും കുന്തി ദേവിക്ക് പകരം പലതും പറഞ്ഞിട്ട് ഇതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് കമന്റില്. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു തരത്തിലും നിങ്ങളും കിടയിൽ പിന്നീട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം, ജ്വല്ലറിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ശേഷമുള്ള സംഭാഷണമൊന്നും ഉണ്ടായിട്ടില്ലേ? ഇത് സംബന്ധിച്ചുള്ള പരാതി ഹണിറോസ് നിങ്ങളോട് പറയുകയോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനെന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. എന്റെ മാനേജറുടെ അടുത്ത് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ. പക്ഷെ അത് ഇങ്ങനെ ഒരു റിലേഷൻ പോകുന്ന തരത്തിലോ ഉള്ള ഇതല്ല. അപ്പൊ ഇങ്ങനത്തെ ഏതോ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാനേജർ എന്നോട് അത് സൂചിപ്പിക്കുകയും ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയുള്ള ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും തമാശ പറയുന്നു ആ ഒരു സെൻസിൽ എടുക്കുമെന്നുള്ളത് കൊണ്ട് ആ സെൻസിലൊക്കെ തന്നെയാണ് അവർ എടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഇങ്ങനെ വരാനായിട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ ദ്വയാർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പലരും അത് സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ വേറെ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അവർക്ക് അതിൽ ബുദ്ധിമുട്ടിട്ട് ഉണ്ടായിട്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഒരു കേസിലല്ല, പിന്തുടർന്ന് അധിക്ഷേപിച്ചു എന്ന് അവർ പരാതിയിൽ പറയുന്നുണ്ട്. ആ സ്റ്റേജിലെ നടപടി തന്നെ അവരുടെ അനുവാദം ചോദിക്കാതെയായിരുന്നു. അതിനുശേഷവും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും താങ്കൾ നൽകുന്ന അഭിമുഖങ്ങളിലൂടെയും ഒക്കെയുള്ള പിന്തുടർന്നുള്ള അധിക്ഷേപം എന്നാണ് അവർ പരാതിയിൽ പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ 2 ഉദ്ഘാടനമാണ് ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വർഷങ്ങൾ മുമ്പാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ 2 ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, അവർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് വന്നു, അപ്പോഴും അതുപോലെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പല സോഴ്സിലൂടെ പലരും അത് വളച്ചൊടിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് പച്ചയായിട്ട് പലരും ആ വാക്കുകൾ മാറ്റിയിട്ട് കൊടുത്തിട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം പലരും അത് വേറെ രീതിയിൽ ചിത്രീകരിക്കുകയാണ്. ഞാൻ പറയാത്ത വാക്കുകളാണ് പലരും പറയുന്നത്. നോക്കൂ ബോബി ചെമ്മണ്ണൂർ, ഇതിനകത്ത് അവർ പറയുന്നു 2024 ഓഗസ്റ്റ് 7-ാം തീയതി കോഴിക്കോട് ആലക്കോടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിന് പോയി. അവിടെ ആയിരക്കണക്കിന് പൊതുജനങ്ങൾ സന്നിഹിതരായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് ഉദ്ഘാടന ചടങ്ങിനിടെ ബോബി ചെമ്മണ്ണൂർ ഒരു നെക്ലേസ് തന്നെ ധരിപ്പിക്കുകയും അതിനുശേഷം അൺവെൽക്കംഡ് സെക്ഷൽ അഡ്വാൻസ്മെന്റ് എന്ന രീതിയിൽ ദുരുദ്ദേശത്തോടെ എന്റെ കയ്യിൽ പിടിച്ച് കറക്കി. അതിനുശേഷം ഒരിക്കൽ കൂടി മാലയുടെ മുൻവശം നിങ്ങൾ കണ്ടു എന്ന തരത്തിൽ ഇതിനപ്പുറത്തോട്ട് അവർ എഴുതിയത് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ വിധത്തിൽ ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. താങ്കളാണ് അതൊരു പൊതുവേദിയിൽ വെച്ച് ചെയ്തു എന്ന് അവർ പറയുന്നത്. താങ്കൾക്ക് അറിയാം എന്താണ് ചെയ്തത് എന്ന്. ശ്രീ ബോബു, പൊതുവേദിയിൽ വെച്ചാണ് ചെയ്തത്. ആദ്യത്തെ പ്രാവശ്യവും ഞാൻ മാലയിട്ട് കൊടുത്തിരുന്നു, ഡാൻസ് ചെയ്തിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മാലയിട്ട് കൊടുത്ത് ഡാൻസ് ചെയ്തിരുന്നു. അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ബലമായിട്ട് ഡാൻസ് കളിപ്പിക്കുകയോ ബലമായിട്ട് കൈ പിടിക്കുകയൊന്നുമല്ല. ഞാൻ കൈ പിടിച്ചു, അവര് തിരിച്ചു, അവരത് തിരിഞ്ഞു, ഡാൻസ് കളിച്ചു. അതൊക്കെ അവര് നല്ല ഇന്റൻഷനിലും മാർക്കറ്റ് ഇവരൊക്കെ വിളിക്കുന്നത് അവരുടെ ഫെയിം ഉള്ളത് കൊണ്ട്. ബോബി ചെമ്മണ്ണൂർ, അവർക്കതൊരു നല്ല ഇന്റൻഷനായി തോന്നിയില്ല എന്നും അവർക്ക് അതിന്റെ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുമാണ് അവർ എഴുതി വെച്ചേക്കുന്നത്, പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അൺവെൽക്കംഡ് സെക്ഷൽ അഡ്വാൻസ്മെന്റ് എന്ന രീതിയിലാണ്. ഒട്ടും സ്വാഗതാർഹമല്ല താങ്കൾ അവരുടെ കൈ പിടിച്ചത് അവർക്ക്. അത് അങ്ങനെയാണെങ്കിൽ അവരവിടെ പറയൂല്ലോ, ഒരാളെ നിർബന്ധമായിട്ട് കൈമ പിടിക്കാൻ പറ്റും. പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു ഇന്റൻഷൻ ഒരാളും ചെയ്യില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ആർക്കും അവിടെ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്കോ എനിക്കോ അവർക്കോ ഒന്നും തോന്നിയില്ല. താങ്കളുമായി പല വേദികളിൽ ഇങ്ങനെ ഉദ്ഘാടനവും മറ്റുമൊക്കെയായി പങ്കെടുത്തിട്ടുള്ള ആളാണ് ഹണിറോസ്. അപ്പോ ആ ഒരു സ്ഥലത്ത് വെച്ച് അനുവാദമില്ലാത്ത താങ്കൾ അവരുടെ കൈ പിടിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അനുവാദമില്ലായിരുന്നുവെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോഴുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. കാരണം അങ്ങനെ ഒരു സ്ത്രീയുടെ പബ്ലിക്കായിട്ട് അനുവാദമില്ലാതെ അവർക്ക് ഇഷ്ടമില്ലാതെ കൈ പിടിച്ച് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഞാൻ ആദ്യമായിട്ടല്ല, പല പ്രാവശ്യവും
ഡാൻസ് കളിച്ചിട്ടുണ്ട്, അവരെ കൈ പിടിച്ചിട്ട്, അവരൊന്നും അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഒരാൾക്കും അത് തോന്നിയിട്ടില്ല. അത് ഇപ്പൊ ഒരു റൂമിൽ വെച്ചിട്ടാണ് ബലമായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം. പബ്ലിക്കായിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നു, എത്രയോ പേരുടെ കൂടെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇതുവരെ. കാര്യം കൂടി ചോദിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ. ഇനി നിയമപരമായി ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിയമപരമായിട്ട് ഞാൻ വക്കീലായിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു കുന്തി ദേവി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവര് റെമ്യൂണറേഷൻ വന്ന് വാങ്ങി, നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചു, ഒക്കെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊരു ഇന്റൻഷൻ ബാഡ് ആയിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പോ പോലീസിന്റെ ഭാഗത്തൊന്നും ഈ കുന്തി ദേവി എന്ന് പറഞ്ഞതുകൊണ്ട് ഡിക്ഷണറിയിൽ അതിനൊരു മോശമായ അർത്ഥോ ലീഗലിയോ ഒന്നും അങ്ങനത്തെ മോശമായ ഒരു അർത്ഥോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ പോലീസ് ഇങ്ങനത്തെ കാര്യത്തിന് കേസ് എടുക്കില്ല എന്നുള്ളതൊക്കെയാണ് വക്കീലിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബോച്ചെ പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പല പരാമർശങ്ങളും അതിന്റെ രീതിയിൽ തന്നെയാണ് പറയുന്നതെന്നും അതിലൊരു തെറ്റുണ്ട് എന്ന് താൻ പറയുന്നില്ല എന്ന് ബോച്ചെ പറയുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ബോച്ചെ. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ കുറേയേറെ നാളുകളായി ബോച്ചെ ഇതുപോലെയുള്ള ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നുള്ളതാണ് ഹണിറോസിന്റെ ആദ്യ പ്രതികരണം മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നത്. ഈ നടപടിയെ എങ്ങനെ കാണുന്നു? ഇത് കുറെ കൂടെ മുൻപേ ആകേണ്ട ഒരു വിഷയമായിരുന്നു. കാരണം എത്രയോ വർഷങ്ങളായി നിരന്തരം ഇയാൾ സ്ത്രീകളെ മുൻപിൽ ഇരുന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹണിറോസിന്റെ വിഷയത്തിൽ തന്നെ ഹണിറോസിനെ അന്ന് സ്റ്റേജിൽ നിർത്തിക്കൊണ്ടാണ് ഇയാൾ ആ വാക്ക് ഉപയോഗിച്ചത്. അന്ന് ഹണി അത് ഒരു ചിരിയായിട്ട് തമാശയായിട്ട് എടുത്ത് അങ്ങ് കളഞ്ഞു. അയാൾ കരുതിയത് ഇങ്ങനെ എന്ത് പറഞ്ഞാലും സ്ത്രീകൾ പ്രതികരിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അത് ആസ്വദിക്കുന്നുണ്ടെന്ന്. അതാണ് അയാളെ ഇത്രയേറെ വളർത്തിയത്. ഈ വളർത്തലിന്റെ പിന്നിലാണ് ഈ കമന്റ് ഇടുന്നവർ ഉൾപ്പെടെ വരുന്നത്. ഇവരെല്ലാവരും നമ്മൾ സൈലന്റ് ആയി ഇരിക്കും തോറും അവരിത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ആള് ഞാനൊരു 3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടപ്പോഴും ആ വീഡിയോയുടെ മുമ്പിൽ ഒരു പെണ്ണിന്റെ അടുത്ത് ഇരുന്നിട്ട് ഹണി റോസിനെ കുറിച്ച് വളരെ മോശം വാക്കുകൾ, അതായത് ഞാൻ നടി എന്നല്ലേ പറഞ്ഞുള്ളൂ, എന്നിട്ട് വേറൊരു വാക്ക് പറയുന്നു, അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഇയാൾക്കെതിരെ എന്തുകൊണ്ട് ഇയാളുടെ പേര് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഇവർ കേസ് കൊടുക്കുന്നില്ല? ഞാൻ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഹണി നിങ്ങൾക്ക് പേടിയാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളുടെ പേര് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പരാതി കൊടുക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഓരോരുത്തർക്കും ഒരു പാഠമാകണം. കമന്റ് ഇടുന്നവർക്കും സ്ത്രീകളെ ഇങ്ങനെയുള്ള മോശം വാക്കുകൾ കൊണ്ട് യാതൊരു ബഹുമാനവും ഇല്ലാതെ പരമപുച്ഛത്തോടുകൂടി ഒരു എന്താ പറയാ, വെറും ഒരു സാധനം മാത്രമാണ് ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ പണമുള്ളതിന്റെ ഹുങ്കാണ് ഈ കാണിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വൈകിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനം ഹണി എടുത്തത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെ നടി ഹണി റോസിന് അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ബോച്ചയുടെ പ്രവൃത്തി, അതിനെ ലൈംഗിക അതിക്രമം എന്ന് തന്നെയാണ് പറയുന്നത്. ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.